യുവതിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അറസ്റ്റിലായ പിരായിരി സ്വദേശി എ മുഹമ്മദ് ഷഫീഖ് വക്കീൽ ഗുമസ്തനല്ലെന്ന് കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ പാലക്കാട് യൂണിറ്റ്. വക്കീൽ ഗുമസ്തൻ എന്ന നിലയിൽ ജില്ലാ കോടതിയിൽ നിന്നുള്ള രജിസ്ട്രേഷനോ സംഘടനയിൽ അംഗത്വമോ അഭിഭാഷക ക്ലർക്ക് ക്ഷേമനിധിയിൽ അംഗത്വമോ യാതൊന്നും തന്നെ ഇല്ലാത്തയാളാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. അദ്ദേഹം ഒരു സീനിയർ ക്ലർക്കിന്റെ കൂടെ 6 മാസം വർക്ക് ചെയ്തതിനു ശേഷം സീനിയർ ക്ലർക്കിന്റെ അഫിഡവിറ്റും പ്ലസ് വക്കീലിന്റെ അഫിഡവിറ്റും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റുകളും ആധാറൊക്കെ കൊടുത്തിട്ട് വേണം ജില്ലാ കോടതിയിൽ നിന്ന് രജിസ്ട്രേഷൻ കിട്ടാൻ. അത് കഴിഞ്ഞ് 1 വർഷം അദ്ദേഹം ട്രെയിനി ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം അദ്ദേഹത്തിന് ആരാണെങ്കിലും അദ്ദേഹത്തിന് പെർമനന്റ് അഡ്വക്കേറ്റ് ക്ലർക്കായിട്ട് രജിസ്ട്രേഷൻ കിട്ടും. രജിസ്ട്രേഷൻ കിട്ടിയതിൽ മാത്രമേ അയാൾ യഥാർത്ഥത്തിൽ ഒരു വക്കീൽ ഗുമസ്തനാകുന്നു. ഇദ്ദേഹം വക്കീൽ ഗുമസ്തനല്ല, രജിസ്ട്രേഷനില്ല, വക്കീൽ ഗുമസ്തനല്ല. അദ്ദേഹം വക്കീലിന്റെ ഓഫീസിൽ ജോലി ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ വാർത്ത വന്നത് വക്കീൽ ഗുമസ്തനാണ്. കേരളത്തിലെ മൊത്തത്തിൽ ചാനലിൽ വന്നപ്പോൾ അത് വക്കീൽ ഗുമസ്തന്മാരുടെ റെപ്യൂട്ടേഷനെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. അത് ശരിക്കും അത് യാതൊരു അന്വേഷണവും ഇല്ലാണ്ട് കൊടുത്താണ് മൊത്തം വക്കീൽ ഗുമസ്തന്മാരുടെ മനങ്ങാനി വരുത്തുന്ന രീതിയിലാണ് വന്നത്. അപ്പൊ അതൊന്ന് തിരുത്തണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. വക്കീൽ ഓഫീസിലെ ജീവനക്കാരൻ മാത്രമാണ് ഈ യുവാവെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ കോടതി രജിസ്ട്രേഷനാണ് ഈ ബുക്ക്. ഓരോ കാലത്തും ഓരോ വർഷത്തിലും റിന്യൂവൽ ചെയ്യേണ്ട സംഗതിയാണിത്. ഇത് ഒരിക്കലും മൂപ്പർക്ക് കിട്ടിയിട്ടില്ല. ഇതിന് ശേഷം ഈ നമ്പർ വെച്ചുകൊണ്ടാണ് നമുക്ക് ക്ഷേമനിധിയിൽ അംഗമാകാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുകയും ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ക്ഷേമനിധിയിൽ അംഗമാക്കുകയും ക്ഷേമനിധി അംഗമാക്കിയതിന് ശേഷം ക്ഷേമനിധി സർട്ടിഫിക്കറ്റ് അനുവദിക്കും ക്ഷേമനിധി ബോർഡിന്. ഇതൊന്നും ആനുകൂല്യങ്ങൾ ഒരുപാട് എല്ലാവരും കൈപ്പറ്റുന്ന സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ക്ലിയറായിട്ടും സത്യസന്ധമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്കത് കിട്ടുക. മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലാണ് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ക്ലെയിമുകളൊക്കെ സാധാരണ കിട്ടുക. ഇപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഈ ഒരു സംഭവമില്ലാത്തതിൻ്റെ പേരിൽ ഒരാൾ ഈ വക്കീലിൻ്റെ ഏജൻറ്റായി നിന്നുകൊണ്ട് വക്കീലിൻ്റെ ഏജൻറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വക്കീലിൻ്റെ പലതരത്തിൽ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്കിതൊന്നും അറിയില്ല. അവർ ആവശ്യങ്ങളൊക്കെ വയ്ക്കണവരാണ്. പക്ഷേ ഈ കേരളത്തിലുടനീളമുള്ള മുഴുവൻ വക്കീൽ ഗുമസ്തന്മാരെയും ചെളിവരിയെന്ന രീതിയിലുള്ള ഒരു വാർത്തയായി പോയതുകൊണ്ട് മാത്രമാണോ മനോവിഷമമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളതിൽ ഈ ഒരു സംവിധാനത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. പ്രസിഡന്റ് കെ ജയകൃഷ്ണൻ, സെക്രട്ടറി ആർ കൃഷ്ണദാസ്, ജില്ലാ പ്രസിഡന്റ് അരുണാഗിരിനാഥൻ, ജില്ലാ സെക്രട്ടറി കെ സി നാരായണൻ, ജെ കുമാരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.